ഹലോ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അതിൻ്റെ പിക്ചേഴ്സും വീഡിയോസുമാണ്. ചെറിയൊരു സ്നാപ്ഷോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ആൾ ഒരു നോർത്ത് ഇന്ത്യനെയാണ് കെട്ടിയേക്കുന്നത്, പഞ്ചാബിനെ. അപ്പോൾ ഒരു ടു സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന നിങ്ങൾ ബുക്ക് വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ മൂവിയുണ്ട്. അതേ ഒരു ഫീലിംഗാണ് എനിക്ക് ഈ മാരേജിൽ തോന്നിയത്. ബിക്കോസ് ലോങ് ടൈമായിട്ട് അവർ റിലേഷൻഷിപ്പിലായിരുന്നു, ഫാമിലീസ് പ്രശ്നമായിരുന്നു. പിന്നെ ഫാമിലീസിനെ പറഞ്ഞ് മനസ്സിലാക്കി അവർ ലാസ്റ്റ് കല്യാണം കഴിച്ചു. അപ്പോൾ ഇപ്പോൾ ഹാപ്പിലി മാരിഡ്. രണ്ട് ഫാമിലീസും നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു, ഹാപ്പിയാണ്. ഇത് ആ ഫംഗ്ഷനിലുണ്ടായിരുന്ന ഒരു ഡാൻസ് പ്രോഗ്രാമാണ്. നല്ല അടിപൊളി ഡാൻസുമായിരുന്നു. അശ്വിൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ് ആ ചുവപ്പ് ഡ്രസ്സിലുള്ളത്. പിന്നെ എൻ്റെ മിസ്സ് പച്ച സാരി എടുത്ത് കണ്ടോ, എൻ്റെ മിസ്സാണത്. മിസ്സ് എന്നെ ലോ കോളേജ് പഠിപ്പിച്ചാണ്. ഞാൻ അപ്രത്യക്ഷമായത് മിസ്സിനെ കണ്ടതാണ്. ഭയങ്കര സന്തോഷമായി കുറേ നാൾക്ക് ശേഷം കണ്ടപ്പോൾ. പിന്നെ ഇത് അശ്വിൻ്റെ അമ്മയുടെ ഫ്രണ്ട്സാണിത്. ഒരു 50+ ഉണ്ടാവും ആൻറ്റിമാരുടെ. പക്ഷേ അവരുടെ ഡാൻസിൻ്റെ എനർജിയും പെർഫോമൻസും ഒന്നും പറയാനില്ല. ലൈക്ക് യങ്സ്റ്റേഴ്സ് പോലും നമ്മൾ ചിന്തിച്ചിരുന്നു പോകും, നമ്മളിങ്ങനെ ഇരിക്കുവാണല്ലോ, ഇവർ ഈ ഏജിലും ഇത്രയും എനർജറ്റിക്കായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര രസമായിരുന്നു. ഇവരുടെ ഇത് ഡാൻസ് പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കാൻ. ഞാനത് ചുമ്മാ ക്ലിപ്സ് മാത്രം ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ഇട്ടേക്കുന്നുള്ളൂ. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. ഫുൾ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര രസമാണ്. ഞങ്ങൾക്കത് അവർ 3 ഡാൻസാണ് അവിടെ പെർഫോം ചെയ്തത്. പക്ഷേ ഒരിക്കലും നമുക്ക് തോന്നിയതേ ഇല്ല, ലൈക്ക് 3 ഡാൻസ് അവർ ചെയ്തു എന്ന് പോലും തോന്നിയില്ല. പെട്ടെന്ന് തീർന്നു പോയെന്ന് തോന്നി. കാരണം അത്രമാത്രം നല്ല അടിപൊളിയായിട്ട് അവർ പെർഫോം ചെയ്തു. ഗൈസ്, ഏജ് ഇസ് ജസ്റ്റ് നമ്പേഴ്സ്. ഈ ആൻറ്റിമാരെ കാണുമ്പോൾ അതുമാത്രം എനിക്ക് പറയാനുള്ളൂ. ബിക്കോസ് അശ്വിൻ്റെ അമ്മയെ നന്നായിട്ട് ഡാൻസ് കളിക്കും. അശ്വിൻ്റെ അമ്മയുടെ ഡാൻസ് സ്കൂളിലെ മെമ്പേഴ്സാണ് ഇവരെല്ലാം, ഫ്രണ്ട്സാണ്. അപ്പോൾ അമ്മയെ നന്നായിട്ട് കളിക്കും. പക്ഷേ ഇന്ന് മോൻ്റെ കല്യാണമല്ലേ, അതുകൊണ്ട് ആൻറ്റി കളിച്ചില്ല എന്നുള്ളൂ. പക്ഷേ ആക്ച്വലി ആൻറ്റിയുടെയും കാണേണ്ടതായിരുന്നു. നല്ല അടിപൊളി ഡാൻസാണ് ഇവർ കളിക്കുന്നത്. അപ്പോൾ ഓബിയസ്ലി ആൻറ്റി അടിപൊളിയായിട്ട് കളിക്കും, അത് പറയേണ്ട ആവശ്യമില്ല. ആൻറ്റി നല്ല ആക്റ്റീവാണ്. പിന്നെ ഞങ്ങളതെല്ലാം കണ്ട് ഭയങ്കര എന്തൂസിയാസ്റ്റിക്കായി നല്ല ഹാപ്പി ആയിട്ട് എല്ലാം കണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഒന്ന് അവനെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാമെന്ന്. കുറച്ച് വലിയ ക്യൂ ആയിരുന്നു. കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് ഇങ്ങനെ ചിറ്റാറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുക. ഒരു ഫാമിലീസും ഉണ്ട്. അശ്വിൻ്റെ അമ്മ സുന്ദരിയല്ലേ. പിന്നെ അവൻ ഫാമിലി, ജിതിനും ഫാമിലിയുമാണ്. പിന്നെ അങ്ങനെ അജുവും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റേജിൽ കയറി കപ്പിൾസിനെ വിഷ് ചെയ്തു. ഞങ്ങൾക്ക് നല്ല ഗ്രേറ്റ് ടൈം, വി ഹാഡ് എ ഗ്രേറ്റ് ടൈം. എല്ലാവരും കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് ഭയങ്കര നല്ല ഒരു ഫീലായിരുന്നു. എല്ലാവരും കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോവുകയാണ്. ബൈ, സീ യു, ടാറ്റാ.